ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ അപ്പാച്ചിയിൽ ചെയ്തിട്ടുള്ള എല്ലാ മോഡിഫിക്കേഷൻസും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെയിൻ മോഡിഫിക്കേഷൻസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ആണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6000 റുപ്പീസാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഗൂഗിൾ മാപ്സ് ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് മാപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. മഴയൊന്നും പ്രശ്നമല്ല, വാട്ടർ പ്രൂഫാണ്. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ടയർ പ്രഷർ നമുക്ക് റിയൽ ടൈമായിട്ട് കാണാൻ പറ്റും. ടയറിൽ എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, വാർണിംഗ് വരും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിവൈസ്. ഇതിൽ മാപ്പും നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക, ചാനലുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിവൈസ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിവൈസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഡാഷ് ക്യാം ആണ്. അപ്പോൾ വണ്ടി ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് വരെയുള്ള എല്ലാം റെക്കോർഡാവും ഈ ഒരു ഡാഷ് ക്യാം ഉപയോഗിച്ചിട്ട്. ഇത് കാറിൽ വെക്കാവുന്ന ക്യൂബോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡാഷ് ക്യാം ആണ്. ഞാൻ അത് അഴിച്ചെടുത്ത് അതിനുള്ള ചിപ്പ് എടുത്ത് 3D പ്രിൻ്റ് ചെയ്ത ഒരു മോഡലിനകത്ത് വെച്ച് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇതിൻ്റെ കോസ്റ്റ് മൊത്തം എല്ലാം ചെയ്തെടുക്കാൻ ഒരു 3000 റുപ്പീസായി. ഇതല്ലാതെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡാഷ് ക്യാമും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നേരത്തെ കാണിച്ച ആ ആൻഡ്രോയിഡ് ഓട്ടോ ഡിസ്പ്ലേൻ്റെ കൂടെ തന്നെ ഡാഷ് ക്യാം വരുന്ന മോഡലുണ്ട്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് 20,000 ആവും. ഞാനിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 3000 റുപ്പിക്ക് ചെയ്തെടുത്തു. കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ടർ പ്രൂഫിംഗ് ഉള്ള കേസാണിത്. ഞാൻ 3Dയിൽ ഡിസൈൻ ചെയ്തെടുത്താണ്. അതിൻ്റെ ഡിസൈൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഡാഷ് ക്യാമിൻ്റെ ആപ്പ് ഇൻ്റർഫേസ്. ഇതിൽ നേരത്തെ റെക്കോർഡായിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഓരോ ദിവസത്തെ ഫുട്ടേജ് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള നാലാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഇത് HJG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മിനി ഡ്രൈവ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ വാട്ടേജ് വന്നിട്ട് 20 വാട്ട്സ് ആണ്. 10 വാട്ട്സ് ഈ സൈഡും ആ സൈഡിലും ഒരെണ്ണമുണ്ട്. അതും 10 വാട്ട്സ് വെച്ച് ടോട്ടൽ 20 വാട്ട്സ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് നൈറ്റ് റൈഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് 2 കളറുണ്ട്. യെല്ലോയിലും കത്തും, അതുപോലെ തന്നെ വൈറ്റിലും കത്തും. വൈറ്റ് അധികം യൂസ് ചെയ്യാറില്ല, യെല്ലോ ആണ് കൂടുതൽ. ഫോഗുള്ള സ്ഥലങ്ങളിൽ, ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോഴും, അതുപോലെ തന്നെ നൈറ്റ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിലൊക്കെ വരുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്. നല്ല വെളിച്ചമുണ്ട് രാത്രി, ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല റോഡിലുള്ള പാച്ചസ് ഒക്കെ വൃത്തിയായിട്ട് കാണും. അപ്പോൾ അടുത്ത മോഡിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള അഞ്ചാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് പെഗാണ്. ഈ ഫുഡ് പെഗിൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിഫോൾട്ട് പൊസിഷൻ വരുന്നത് ഇവിടെയാണ്. ഞാൻ അത് കുറച്ച് ലോവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് എൻ്റെ കാല് ഇവിടെ ടാങ്കിൽ മുട്ടും. അതുകൊണ്ട് ഞാനിത് കുറച്ച് ലോവർ ചെയ്താണ്. അപ്പോൾ ഈ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റം ഡിസൈൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് ചെക്കൗട്ട് ചെയ്യുക. ആ സൈഡും അതേപോലെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡ്. ഈ സൈഡും വേറൊരു ക്ലാമ്പാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ പൊസിഷനും കുറച്ച് താഴോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് ഈ ഒരു വണ്ടി കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു ബൈ ഡിഫോൾട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ 6 ഫീറ്റിന് മേലെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. അത് നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു ചേഞ്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മോഡിഫൈ ചെയ്ത പോലെയൊന്നും തോന്നില്ല പെട്ടെന്ന്, പക്ഷെ നല്ലൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ അടുത്തൊരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വൈസറിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വൈസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് KPH മോട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇൻസ്റ്റാഗ്രാം വഴി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഹൈ സ്പീഡ് ക്രൂസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വിൻഡ് നമുക്ക് ചെസ്റ്റിലടിക്കുന്നത് ഭയങ്കരമായിട്ട് കുറയും ആ ഒരു സാധനം ഫിറ്റ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ വെള്ളം ദേഹത്തോട്ട് അടിക്കുന്നതൊക്കെ കുറയും. അപ്പോൾ അത് ഫുൾ സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ക്ലാമ്പും കാര്യങ്ങളെല്ലാം ആ ഒരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഞാൻ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. വെച്ചതിന് ശേഷം വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഗൈസ്, അടുത്ത മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന നക്കിൾ ഗാർഡ്സ് ആണ് അടുത്ത മോഡിഫിക്കേഷൻ. ഇത് അപ്പാച്ചെ RTR 310 അതുപോലെ RTX 300 വരുന്ന നക്കിൾ ഗാർഡ്സ് ആണ്. ഇത് TVSൻ്റെ ഒറിജിനൽ നക്കിൾ ഗാർഡ്സ് തന്നെയാണ്. ഞാൻ ഇതിനു വേണ്ടി കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇവിടെ ചെയ്ത് 3Dയിലൊക്കെ പ്രിൻ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ചാനലിൽ കാണാൻ സാധിക്കും. ഈ സൈഡും അതുപോലെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ ക്ലച്ച് ലിവറും അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രേക്ക് ലിവറൊക്കെ വണ്ടി എങ്ങാനും താഴെ പോവുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഒരു സംഭവം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇവിടെ അലുമിനിയമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നക്കിൾസ് പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 ഇത് TVS RTR 310 നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നതാണ്. TVSൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത മോഡിഫിക്കേഷനിലേക്ക് കടക്കാം. ഈ കാണുന്ന ഹാൻഡിൽ ബാറാണ് അടുത്ത മോഡിഫിക്കേഷൻ. അപ്പാച്ചിയിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ഹൈറ്റിന് ലോങ് ഡ്രൈവൊക്കെ പോകാൻ ഈ ഒരു ഹാൻഡിൽ ബാറാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടീ പ്ലേറ്റ് കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ടീ പ്ലേറ്റ് ടോപ്പ് പ്ലേറ്റും അതുപോലെ തന്നെ ഈ ഒരു മൗണ്ടും എല്ലാം കൂടെയുള്ള സെറ്റായിട്ട് KPH മോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണത്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി യൂസ് ചെയ്യുന്നു. വേറെ പ്രോബ്ലവും കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര യൂസ്ഫുള്ളാണ്. ലോങ് ഡ്രൈവ് പോകുമ്പോൾ കംഫർട്ട് ഒരു ലെവൽ കൂട്ടും. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ നമുക്ക് കുറച്ച് ലീൻ ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലങ്ങനെയൊന്നുമില്ല, അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 5000 റുപ്പീസാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന മൊബൈൽ ചാർജറാണ് അടുത്ത മോഡിഫിക്കേഷൻ. ബൈ ഡിഫോൾട്ട് നമുക്ക് മൊബൈൽ ചാർജറൊന്നും പഴയ മോഡലിൽ കിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ മോഡലിലൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളൊരു ചാർജറാണ്. TVSൻ്റെ തന്നെ ഒഫീഷ്യൽ ചാർജറാണ്. അപ്പോൾ ഇതിലൊരു ലിഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെള്ളം അകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം അത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാലോജൻ ഇൻഡിക്കേറ്ററാണ് അപ്പാച്ചിയിൽ ഡിഫോൾട്ടായിട്ട് വരുന്നത് പഴയ മോഡലുകളിൽ. ഇപ്പോൾ ഉള്ളതിലൊക്കെ LED വരുന്നുണ്ട് ഡിഫോൾട്ടായിട്ട് ഫ്രം ഫാക്ടറി തന്നെ. അപ്പോൾ ഞാനത് ഇതിൽ ഹാലോജൻ ആയിരുന്നു, ഞാനത് അപ്ഗ്രേഡ് ചെയ്തിട്ട് RTXലും അതുപോലെ തന്നെ RTR 310 വരുന്ന ഒരു LED മോഡൽ ഇൻഡിക്കേറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 റുപ്പീസാണ് ഒരു പീസ്. അപ്പോൾ 4 എണ്ണം കൂടെ മാറ്റാൻ അറൗണ്ട് 3000 റുപ്പീസോളം വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. ലുക്കും ഒരു അപ്ഗ്രേഡ് ആവും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് രാത്രി കുറച്ചുകൂടെ വിസിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്ഗ്രേഡിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്തിട്ടുള്ള അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ യൂസ് ചെയ്യുന്ന അടുത്ത ഗാഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹെൽമെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർകോമാണ്, ബ്ലൂടൂത്ത് ഇൻ്റർകോമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എഡിവെൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇൻ്റർകോമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2800 രൂപയാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു ഗാഡ്ജറ്റ്. ഇത് നമുക്ക് ഇൻ്റർകോമായിട്ട് യൂസ് ചെയ്യാം. 2 റൈഡർ ഒരുമിച്ച് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി. 1 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതല്ലാതെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് കോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ സിറ്റി റൈഡാണോ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ആണോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് കോൾ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. കോൾ വരികയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അറ്റൻഡ് ആവുന്ന ഒരു ഫീച്ചറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്കിത് സിംഗിളായിട്ട് ചാർജ് ചെയ്ത് ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തോളം ഇത് ചാർജ് നിൽക്കും. നമ്മൾ നോർമലി ഒരു 3 hours ഒക്കെ ഒരു ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം ഇത് ചാർജ് നിൽക്കും. നല്ല സ്റ്റാൻഡ് ബൈ ടൈം ഉണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടെ നല്ല കോളൊക്കെ ചെയ്ത് കുറേ ദിവസം ഓടിക്കുകയാണെങ്കിൽ കൂടെ നല്ലോണം ചാർജ് നിൽക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡിവൈസാണ്. ഇതൊരു GPS ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1500 രൂപയാണ്. അതുകൂടാതെ വർഷം 1000 രൂപയോളം റീചാർജിന് വരും. ഇതിനകത്ത് സിമ്മ് നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ കണക്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ വണ്ടി എപ്പോഴൊക്കെ ഇഗ്നിഷൻ ഓൺ ആക്കിയോ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ GPS ഡാറ്റ എപ്പോഴും ഫോണിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ട് ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമുക്ക് വണ്ടി എവിടെ ഉണ്ടെന്ന് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. നമുക്ക് വണ്ടി എവിടെ ഉണ്ടെന്ന് നോക്കാൻ പറ്റുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ പോയ എല്ലാ റൂട്ടും ആ ആപ്പിനകത്ത് റെക്കോർഡഡ് ആയിട്ട് കിടക്കും. നമ്മൾ പോയ ട്രിപ്പും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഈ ഒരു ആപ്പിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 1000 രൂപയാണ് റീചാർജ് ചെയ്യാൻ ഒരു വർഷം വരുന്നത്. പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഒരു ഡിവൈസിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.